ബി.ജെ.പിക്ക് അകത്തുള്ള ആഭ്യന്തര പ്രശ്നം എന്ന് പറയുന്നത് അതിനെയും വളരെ നുവാൻസ്ഡ് ആയിട്ട് കാണേണ്ട ഒരു സാധനമാണ്. ബി.ജെ.പിയുടെ അകത്തല്ല പ്രശ്നം, സംഘപരിവാറിൻ്റെ അകത്താണ് ആഭ്യന്തര പ്രശ്നം. ബി.ജെ.പിയുടെ അകത്ത് മാത്രമല്ല, അത് ബി.ജെ.പിയുടെ അകത്ത് തന്നെ അനുരണങ്ങളുണ്ട്. പക്ഷേ അതിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു ഐഡിയോളജിക്കൽ സ്ട്രഗിളോ അല്ലെങ്കിൽ ഈ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണത്തിനിടയിൽ നടത്തിയിട്ടുള്ള കാശ്മീർ അടക്കമുള്ള CAA അടക്കമുള്ള കാര്യങ്ങളിൽ അതിലുള്ള താത്വികമായിട്ടുള്ള വിയോജിപ്പല്ല. മറിച്ച് RSS എന്ന് പറഞ്ഞാൽ 1925 മുതൽ തുടങ്ങിയ ശേഷം അവരുടെ ടോപ്പ് ബ്രാസ് സാധാരണഗതിയിൽ 7 ആൾക്കാരോ അല്ലെങ്കിൽ 9 പേരോ ഉണ്ടാവുക. ഇവർ മിക്കവാറും 25 വർഷത്തിൻ്റെ ചരിത്രത്തിൽ 1925 മുതലുള്ള ചരിത്രത്തിൽ അവർ ഒറ്റക്കെട്ടാണ്. അവർ ഐഡിയോളജിക്കലി ഒറ്റക്കെട്ടാണ്, സംഘടനാപരമായ ഒറ്റക്കെട്ടാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അതേമേ RSSൻ്റെ ടോപ്പ് ബ്രാസിനെ 4-3 എന്ന നിലയിൽ സ്പ്ലിറ്റ് ചെയ്തു. 3 പേര് അയാൾക്ക് അനുകൂലവും 4 പേര് ഈ സർസംഘചാലക്കായിട്ടുള്ള മോഹൻ ഭാഗവത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മോഹൻ ഭാഗവത്തിനെ വളരെ പരസ്യമായി അധിക്ഷേപിക്കുന്ന ഒരു സിറ്റുവേഷൻ സംഘപരിവാറിൻ്റെ അകത്ത് 2018 മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. 2022 അതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു രൂപമുണ്ടായി. നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു അഭിമുഖം മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഏതാണ്ട് 45 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആണ് ഈ പറഞ്ഞ രീതിയിൽ പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ നരേന്ദ്രമോദിയുടെ 2019 മുതൽ 24 വരെ ഭരണത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള വേറൊരു കാര്യം 2014 തുടങ്ങിയിരുന്നു. പക്ഷേ 2019-24 സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഭരണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും കേന്ദ്രീകൃതമായി. മന്ത്രിമാർക്കോ MP-മാർക്കോ ഒന്നും ഒരു സവിശേഷമായ റോളും ഇല്ലാത്ത ഒരു സാഹചര്യമായി. അതായത് 3-4 പേരിലേക്ക് കേന്ദ്രീകരിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് നരേന്ദ്രമോദി, അമിത്ഷാ തന്നെ. പിന്നെ നിതിൻ ഗഡ്കരി ഈ മോഹൻ ഭാഗവത്തിൻ്റെയും RSSൻ്റെയും അനുഗ്രഹാശിസ്സുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ രീതിയിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു നാലാമതൊരാളെന്ന് പറഞ്ഞാൽ പീയൂഷ് ഗോയലിന് മാത്രമാണ്. അദ്ദേഹം ഇവരുടെ 2 പേരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു പിടിയാളായിട്ട് പ്രവർത്തിച്ച ആളാണ്. ഇവരൊഴിച്ച് മറ്റുള്ള മന്ത്രിമാർക്കാർക്കും സ്വതന്ത്രമായി ഇപ്പം നിർമ്മലാ സീതാരാമനൊക്കെ ഫിനാൻസ് മിനിസ്റ്ററൊക്കെയാണ്. പക്ഷേ ആത്യന്തികമായിട്ട് അവർക്കൊന്നും ഒരു പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം മന്ത്രിസഭയ്ക്ക് അകത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്താണ് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഈ BJPക്കകത്തും സംഘപരിവാറിനകത്തുമുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്ന സാധനം അത് ഒരു പ്രത്യശാസ്ത്രപരമായിട്ടുള്ള ഐഡിയോളജിക്കലായിട്ടുള്ളല്ല, അത് ഇത്തരത്തിലുള്ള ഈ പടലപ്പിണക്കങ്ങളുടെ ഒരു വലിയ രൂപമാണ്. പക്ഷേ അത് ഇത്തരം പടലപ്പിണക്കങ്ങൾക്ക് വലിയ സ്വാധീനം രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളത് ലോകത്തുള്ള രാഷ്ട്രീയ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്.